ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, യെസ്, ഇതെന്താന്ന് പറ? സാക്ഷ്യം. അല്ലേ? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ദനഹാ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ. വലിയ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അർപ്പിച്ചു കേട്ടോ. ഇന്ന് നമ്മുടെ PDMലെ ഒരു ബാച്ചിലെ കുട്ടികൾ ഇപ്പം ഉടുപ്പെട്ട ഒരു ബാച്ച് പുറത്തിറങ്ങിയല്ലോ, അവർ പുതിയ ബാച്ച് നോവിഷ്യേറ്റിലേക്ക് പ്രവേശിച്ചു. അതേപോലെ തന്നെ ആസ്പെറൻസിലേക്ക് കുറച്ച് പേര് പ്രവേശിച്ചു. ആ കർമ്മങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷം കേട്ടോ. ഒരു സാക്ഷ്യം വായിക്കാം, ഒരു 3-4 ദിവസത്തെ സാക്ഷ്യം വായിച്ചിട്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അച്ഛാ, ഇത് വായിക്കാതെ പോകരുത്. അതാണ് ആദ്യത്തെ തലക്കെട്ട് കേട്ടോ. ഇത് വായിക്കാതെ പോകരുത്. പ്രിയപ്പെട്ട ബിനോയച്ച, എൻ്റെ പേര് ഡീന. ഞാൻ കട്ടപ്പനയിൽ നിന്നാണ് സാക്ഷി എഴുതുന്നത്. ഞാൻ അച്ഛൻ്റെ സ്വന്തം കുടുംബാംഗമാണ്. വെരി ഗുഡ്. അച്ഛൻ്റെ അഭിഷേകാന്തി ഷോർട്ട് വീഡിയോസ് ഞാൻ മുടങ്ങാതെ കാണുന്നയാളാണ്. ഷോർട്ട് വീഡിയോയിലൂടെ എൻ്റെ കുഞ്ഞിന് ലഭിച്ച അനുഗ്രഹവും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത്. എൻ്റെ രണ്ടാമത്തെ മകന് ടോയ്ലറ്റിൽ പാമ്പിനെ കണ്ട് പേടിച്ചത് മൂലം അവന് ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ അവൻ 1ാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരിക്കലും അവൻ ടോയ്ലറ്റിൽ പോവുകയില്ല. യൂറിൻ കഷ്ടി പോയി പാസ് ചെയ്യും. അത് മാത്രം. അവൻ സ്കൂളിൽ ചെന്ന് ടോയ്ലറ്റ് തന്നെ ആവണം നിർബന്ധമില്ലല്ലോ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് അവൻ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത്. അവന് ടോയ്ലറ്റിൽ പോകാനുള്ള ഭയം കാരണം അവൻ പറയില്ല. മിക്ക ദിവസവും അവൻ നിക്കറിലാണ് ടോയ്ലറ്റിൽ പോകുന്നത്. തന്നെ അങ്ങനെ ഇതായി പോകും. മകന് എക്സോട്ടിക് ഡെർമറ്റൈറ്റിസ് എന്നൊരു അസുഖമുണ്ട്. കുട്ടിക്ക് ഇതുള്ളത് കാരണം ആ പ്രശ്നം അവൻ്റെ സ്കിന്നിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ആരോടും പറയാതെ അതേപടി അവൻ വീട്ടിലും വന്നിരുന്നു. എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. ഏകദേശം 1 മാസത്തോളം അവനിങ്ങനെ തുടർന്നു. ടീച്ചറിനോട് നീ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യായിരുന്നു. കുട്ടിക്ക് അത് വല്ലൊരു വിഷമമായിരുന്നു. അച്ഛൻ്റെ ഒരു ടോക്ക് പോലും ഇതിനെക്കുറിച്ച് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആ ദിവസം തന്നെ ടോയ്ലറ്റിൽ പോകാൻ പേടി, കോൺസ്റ്റിപ്പേഷൻ ഉള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ആ ടോക്ക്. അതെൻ്റെ മകന് വേണ്ടി ഈശോ അച്ഛനോട് പ്രവർത്തിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ടോക്ക് വിശ്വാസപ്രമാണം കേട്ട് പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചൊല്ലി 1405-ാമത്തെ എപ്പിസോഡ് ദൈവ സാന്നിധ്യം കിട്ടാൻ സ്തുതിപ്പുകൾ ഉയർത്തുക. പിറ്റേ ദിവസം മുതൽ ഒരു മടിയും കൂടാതെ ടോയ്ലറ്റ് പോകാൻ തുടങ്ങി കുട്ടി. അപ്പം ഞാൻ ചോദിച്ചേക്കും, ഇത് അത്ഭുതമല്ലാതെ പിന്നെ എന്താ എൻ്റെ സഹോദരങ്ങളെ? ചോദിക്കാൻ മഹത്വം. അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ അവന് ടോയ്ലറ്റിൽ പോകാൻ ഭയമില്ല. അവനിപ്പോൾ പൂർണ്ണമായിട്ട് അവന് പേടി മാറി. അവനിപ്പോൾ 2ാം ക്ലാസ്സിലായി. നോക്കി, അതിന് ശേഷമാണ് സാക്ഷി എഴുതി അയച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എനിക്കൊരു ഭയത്തിൻ്റെ പേടി ഉണ്ടായിരുന്നു. ബട്ടാരിസിൽ ഒന്നും നിങ്ങളെ ഉപദ്രവിക്കാനെന്ന പുസ്തകത്തിലെ പ്രാർത്ഥനയൊക്കെ ആവർത്തിച്ച് ചൊല്ലി അതിനകത്തുനിന്ന് എനിക്ക് വിടുതൽ കിട്ടി. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങളുടെ കുടുംബത്തിൽ ഭാഗം വയ്ക്കൽ പല കാരണം പോലെ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുക. അതിൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് കടക്കുന്ന ഒരവസ്ഥ വന്നില്ല. ഞാൻ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇന്നത്തെ ബിനോയച്ചൻ്റെ ടോക്ക് ഇതിനു വേണ്ടി ഉള്ളതായിരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ബിനോയച്ചൻ്റെ ടോക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ അന്നത്തെ ടോക്ക് അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. എനിക്ക് ഈശോയെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഭാഗം വയ്ക്കുന്ന ഒരു കുഴപ്പം കൂടെ നടക്കുകയും ആ ഭാഗം വെച്ചിട്ട് അതിൻ്റെ 3 ഇരട്ടി സ്ഥലം വാങ്ങാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. എൻ്റെ വിഷമസന്ധികളിലെല്ലാം അച്ഛൻ്റെ ഷോർട്ട് ടോക്കിൽ ഈശോ എന്നെ ഒരുപാട് ആശ്വാസം നൽകി അനുഗ്രഹിക്കുന്നു. കുടുംബത്തിനെല്ലാത്തും തന്നെ കൂടെ എൻ്റെ ഷോർട്ട് വീഡിയോസ് അഭിഷേകം അനേകം മക്കൾക്ക് ഈശോയിലേക്ക് മടങ്ങി വരാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇതാണ്. ശനിയാഴ്ച ഉപവസിച്ച് അഭിഷേകത്തിൻ്റെ എപ്പിസോഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച പോലെ അങ്ങനെ തുടങ്ങാൻ എല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നാളെ വേണമെങ്കിൽ നമുക്ക് ഈ സ്ഥലം ഭാഗം വയ്ക്കാൻ വർഷങ്ങളായിട്ട് നടക്കാതെ കിടക്കുന്ന അതിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, അങ്ങനെ ഒരു പാട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ചില അനുഗ്രഹങ്ങൾ എന്നേക്കുമായിട്ടുള്ളതല്ല. ജോഷുവയുടെ ദിവസം 5-ാമത്തെ അധ്യായം നിങ്ങളത് വായിച്ചാൽ അതിൻ്റെ 12 വാക്യങ്ങളിൽ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതായി. ഇസ്രായേൽക്കാർക്ക് പിന്നീട് മന്ന ലഭിച്ചില്ല. അവർ ആ വർഷം മുതൽ കാനാൻ ദേശത്തെ ആ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ആ മരുഭൂമി കാലഘട്ടത്തിൽ കർത്താവ് മന്ന വർഷിച്ച് മേഘത്തണൽ കൊടുത്ത് പ്രത്യേകമാവിധം അവരെ കർത്താവ് നയിച്ചുകൊണ്ട് പോവുക. അതിനുശേഷം അവരെ ഗിൽഗാൽ അവിടെ കണ്ട അവിടെ പാളയം അടിച്ചു. അങ്ങനെ പാളയം അടിച്ച് കഴിഞ്ഞ പെസഹ ആചരിച്ചു. എന്നാൽ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ ചെയ്ത കാര്യം, അന്ന് അവിടെ പുളിപ്പില്ലാത്ത അപ്പമൊക്കെ ഉണ്ടാക്കി ഗോതമ്പ് വറുത്തൊക്കെ അവർ കഴിച്ചു. എന്നിട്ട് പറയുക, പിറ്റേ ദിവസം മുതൽ പിന്നെ മന്ന വർഷിക്കാതെയായി. അതിൻ്റെ ദൈവശാസ്ത്രപരമായ പല അർത്ഥങ്ങളും ഉണ്ട്. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, പിന്നീട് അവർ ചെയ്ത കാര്യം എന്താ? പിന്നെ മന്ന കിട്ടുന്നില്ല. അവർ ആ കാനാലിലെ ഫലങ്ങളൊക്കെ കൊണ്ട് ഉപജീവനം നടത്തുക. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില ദൈവാനുഗ്രഹങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ടൈം ബീങ് ആയിട്ട് ദൈവം തരും. പിന്നീട് അത് ലഭിക്കണമെന്നില്ല.
കാരണം അത് ഒരു കാലഘട്ടം. അതിനുശേഷം പിന്നെ എന്താണ്, നമ്മൾ തന്നെ പല കാര്യങ്ങളിലൂടെയും ആർജിച്ചെടുത്ത് മുന്നോട്ട് പോകണം. അതാണ് ഈ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നത്. അത് നമ്മുടെ അധ്വാനവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പരിശ്രമവും ഒക്കെ കാര്യമാണ്. അപ്പം ചില ദൈവാനുഗ്രഹങ്ങൾ മരിക്കുന്നോടെ വരെ ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഉണ്ടായിരിക്കും നിർബന്ധമില്ല. ഇല്ലയെന്ന് പറയുന്നില്ല, ഒക്കെ എല്ലാം ദൈവത്തിന് ഇഷ്ടമാണ്. ഉണ്ടോന്നും ഇല്ലയെന്ന് പറയുന്നത് നമുക്ക് പറ്റിയാണ്. പക്ഷേ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യത്തിൽ എന്തെങ്കിലും ഇത്രയും കാലം ഉണ്ടായിരുന്നു, പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചേ? അപ്പോൾ അത്രയും കാലം ഉണ്ടായിരുന്നു, ശരി തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ആ ഞെരുക്കത്തിലൂടെ എല്ലാം പോയി വേറൊരു അവസ്ഥയിലൂടെ നമ്മളതിന് വേറെ അതിനകത്തിനപ്പുറത്തൊരു ഒരു വഴി ദൈവം തുറന്ന് തന്നിട്ടുണ്ടാവും. അത് നമ്മൾ കാണാതെ ഇത് കിട്ടണം എന്ന് പറഞ്ഞിരുന്ന എന്തായാലും അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അങ്ങനെ പറഞ്ഞു പോയ ഒരുപാട് പോകും. ഹാഗാറിന് ജലം കിട്ടിയതൊക്കെ കണ്ണു തുറന്നപ്പോൾ കിണറപ്പെടുത്തുണ്ട് അല്ലേ? ആ കണ്ടിന്ന് വെള്ളം കോരി കുടിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ദൈവത്തിൻ്റെ നയിക്കലിനും വഴിനടത്തലിനും എല്ലാം കീഴ്പ്പെടുക കേട്ടോ. എനിക്ക് നിങ്ങളുടെ വലിയ സ്നേഹമാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു, കൂട്ടായ്മയിൽ ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുന്ന് അത്ഭുതങ്ങളുടെ രാജാവാണ്. അവിടുന്ന് കർത്താവെ പഴയ ഇസ്രായേലിനെ നയിച്ചു കൊണ്ടുവന്ന പുതിയ ഇസ്രായേലിൻ്റെ ഏക ദൈവമാണ്. യേശുവാണ് ഞങ്ങളുടെ ദൈവം. ഈശോ അല്ലാതെ മറ്റൊരു രക്ഷകനില്ല. കർത്താവ്, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു, ഞങ്ങളങ്ങേ വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ സാക്ഷ്യത്തിൽ കേട്ട കാര്യങ്ങൾ ഈശോ ചെയ്താണെന്ന് ഏറ്റുപറയുന്നു. ഇപ്പോൾ കുടുംബങ്ങൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. പൈശാചിക ബന്ധന തടസ്സങ്ങൾ യേശുനാമത്തിൽ ബന്ധം വിട്ടുപോട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ നിറയട്ടെ. പ്രത്യേകിച്ച് കർത്താവ്, ചെറിയ കുട്ടികൾ, അവർക്കുണ്ടാകുന്ന രോഗപീഠകൾ, പൈശാചിക പീഠ, കുഞ്ഞുങ്ങൾക്കുള്ള ഭയം, നിർത്താതെയുള്ള കരച്ചിൽ, ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, സ്കൂളിൽ പോകാനുള്ള മടി എന്ന് വേണ്ട പലതരത്തിലുള്ള പീഡകളാൽ ക്ലേശിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ്, മുതിർന്ന കുഞ്ഞുങ്ങളെ എല്ലാവരും ആശീർവദിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഇപ്പോൾ എന്താണോ ശല്യപ്പെടുത്തുന്നത് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്ക് വിട്ടുപോവാ. കുഞ്ഞുങ്ങളെല്ലാം വിശുദ്ധരായി തീരട്ടെ. ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ. ഒരു മാലാഖ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നമ്മുടെ വിമല ഹൃദയത്തിൽ വരെ ആഠിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.